നമുക്കിരിക്കാം. പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്തിയായിലും കപ്പദോക്കിയായിലും ഏഷ്യായിലും ബിഥിനിയായിലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ കാര്യമായിട്ട് പറഞ്ഞാണ് ചിരിക്കാൻ. ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർമ്മല മാതാവിന്റെ തിരുനാൾ വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. വചനം പറയുന്നത് പോലെ ജനതകളുടെ ഇടയിൽ പറഞ്ഞു കേട്ടാൽ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. കൈയടിച്ച് ഒരിക്കൽ കൂടെ നന്ദി. നമുക്ക് ഏത് കാര്യത്തെ എടുത്തു നോക്കിയാലും തിരുനാളിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെയുള്ള കാലാവസ്ഥയാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളെയാണെങ്കിലും അവസാന ദിവസം ഉണ്ടായിരുന്ന ഊട്ടുനേർച്ചയുടെ കാര്യമാണെങ്കിലും കളക്ടർ അവധി പ്രഖ്യാപിച്ച കാര്യമാണെങ്കിലും അങ്ങനെ ഏത് കാര്യം എടുത്താലും 16-ാം തീയതി രാത്രിയിൽ പെയ്ത മഴ അല്ലേ, ഏലിയാ പ്രവാചകന്റെ കാലത്ത് പോലും ഇല്ലാത്ത മഴയാണ് അന്ന് രാത്രി 16-ാം തീയതി രാത്രി പെയ്തത്. 3 മണി രാത്രി വരെ മഴയോട് മഴയായിരുന്നു. മഴ കണ്ടു കഴിഞ്ഞ 6 ആനയല്ല 12 ആന ഒലിച്ചു പോകുന്ന രീതിയിൽ മഴ പെയ്തത്. 3 മണിക്ക് നിന്നത് വീണ്ടും ആകാശം തുറന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. 12 മണിക്കൂർ അവധി. അത് 12 മണിക്കൂർ അവധി നമുക്ക് ബിരിയാണി വെക്കാനുള്ള സമയമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കാറ്റും, അതാണ് എലിയ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞാലല്ലാതെ ഇത് പെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അടക്കം പറഞ്ഞപ്പോ അടച്ചു. ഏലിയ, യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ ഏലിയ നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു, ആകാശം അടഞ്ഞു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, ആകാശം തുറക്കപ്പെട്ടു. ഹല്ലേലൂയ.
ആ വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. ഏലിയ നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. കൈയടിച്ച് നന്ദി പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നു. പ്രാർത്ഥന ഫലമുള്ളതാണ്. അപ്പോൾ നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മൾ അമ്മ ത്രേസ്യയുടെ, നമുക്ക് കർമ്മല മാതാവിന്റെ തിരുനാൾ ചെറിയ പെരുന്നാൾ അല്ലേ, വലിയ പെരുന്നാൾ മുൻപിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇനി 12 ആഴ്ചകളുള്ളൂ, അധികം നാളുകളൊന്നുമില്ല. അമ്മ ത്രേസ്യയുടെ തിരുനാൾ പതിവ് പോലെ 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നമ്മൾ നടത്തും. ദൈവത്തിന് സ്തുതി. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച വചനഭാഗത്തിലേക്ക് അച്ഛൻ പ്രവേശിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജൂലൈ മാസത്തിലേക്ക് വേണ്ടി നമ്മൾ വെച്ച ചിന്ത തിരുരക്തത്തെ കുറിച്ചുള്ള പഠനമാണ്. കാരണം ജൂലൈ മാസം ഏത് ഡിവോഷനാണ്? ഈശോയുടെ പ്രേഷ്യസ് ബ്ലഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട മാസമാണ് ഈശോ ഈ ജൂലൈ മാസം എന്നത്. ഓഗസ്റ്റ് മാസം എന്തിനുള്ളതാണ്? ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരിയുടെ മാസമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച നമ്മൾ തിരുരക്തത്തെ കുറിച്ചുള്ള സഭയുടെയും ദൈവശാസ്ത്രപരമായും ബിബ്ലിക്കലായും ഒക്കെയുള്ള പഠനങ്ങൾ, എന്താണ് തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് നമ്മൾ വിശുദ്ധരുടെ വെളിപാടുകളെ ധ്യാനിച്ചുകൊണ്ടും സഭയുടെ പഠനങ്ങളെ ധ്യാനിച്ചുകൊണ്ടുമൊക്കെ എന്താണ് തിരുരക്തത്തിന്റെ അഭിഷേകം, ഇതെന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ ജൂലൈ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് അല്ലെ നമ്മൾ തിരുരക്തത്തിന്റെ ആ ക്ലാസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കുന്നത് തിരുരക്തത്തെ കുറിച്ചുള്ള പഠനം ലഭിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു ഈശോയുടെ തിരുരക്തത്താലാണ് സഭ സൃഷ്ടിക്കപ്പെട്ടതെന്നും അതുപോലെ പഴയ നിയമത്തിൽ ഈ തിരുരക്തത്തിന്റെ അഭിഷേകത്തിന്റെ സൂചനയുള്ള ഡേ ഓഫ് അറ്റോൺമെന്റ്, യോം കിപ്പൂർ, അതായത് ദൈവവുമായിട്ടുള്ള അനുരഞ്ജനത്തിന്റെ ആ ദിവസത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ആ പ്രഭാഷണത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈശോയുടെ തിരുരക്തമാണ് നമുക്ക് വിലയായി, നമ്മെ വീണ്ടെടുപ്പിന്റെ വിലയായി നൽകപ്പെട്ടത് എന്നും ഈശോയുടെ തിരുരക്തത്തെ നിഷേധിച്ചവർക്ക്, അതിനെ നിന്ദിച്ചവർക്ക്, ആ അഭിഷേകം വേണ്ട എന്ന് പറഞ്ഞവർക്ക്, ഇതിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ പീലാത്തോസിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈശോയുടെ തിരുരക്തത്തിന്റെ ഉത്തരവാദിത്വം, അത് കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ മേലായിക്കൊള്ളട്ടെ എന്ന് ധിക്കാരം പറഞ്ഞ യഹൂദ ജനതയ്ക്ക് പിന്നീട് 1950 വർഷം അല്ലെങ്കിൽ 19 നൂറ്റാണ്ടുകള് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചും അതിനുവേണ്ടി മാപ്പ് ചോദിച്ചതിന് ശേഷം വീണ്ടും അവരൊരു ജനതയായി, ഒരു രാഷ്ട്രമായി വീണ്ടും മാറിയതിനെ കുറിച്ചുമുള്ള ചരിത്രം നമ്മൾ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാക്രിഫിഷ്യൽ ഡെത്തിനെ സൂചിപ്പിക്കുന്ന ജീവനുള്ള പ്രതീകമാണെന്ന്, ഈശോയുടെ കുരിശുമരണത്തിന്റെ തന്നെ പ്രതീകമാണെന്ന്, ഈശോയുടെ തിരുരക്തത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതകളെ ക്ലെയിം ചെയ്യുക എന്നാണെന്നും നമ്മൾ പറഞ്ഞു. ഈശോയുടെ തിരുരക്തം ഈശോയുടെ പൂർണ്ണമായ അനുസരണത്തിന്റെ, ടോട്ടൽ ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്, പൂർണ്ണമായ ദൈവഹിതത്തിനുള്ള അനുസരണ
അനുസരണത്തിന്റെ പ്രതീകമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അഭിഷേകമാണ് എന്ന ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഹല്ലേലൂയ. അപ്പോൾ തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു അഭിഷേകം മാത്രമല്ല, താഴെ നിന്ന് മുകളിലേക്കുള്ള ഒരു സമർപ്പണം കൂടെയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് രക്തം പെയ്യാൻ കാത്തു നിൽക്കണ്ട. അത് ആത്മീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈശോ സമ്പൂർണമായി സമർപ്പിച്ചതുപോലെ നമ്മൾ സമർപ്പിക്കുക എന്നതാണ്. ഹല്ലേലൂയ. തിരുരക്തക്കടലിൽ കഴുകണമേ, കാരുണ്യക്കടലിൽ മുക്കണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്തത്തിൻ അഭിഷേകം എവിടെ നിന്ന് എങ്ങോട്ട്? താഴെ നിന്ന് മുകളിലേക്ക്. എന്താണ്? സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിഷേകം. ഹല്ലേലൂയ. അങ്ങനെ അമ്മ ത്രേസ്യ അപ്പോ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായി കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായി കിട്ടുന്നത്. ഈശോയെ പൂർണ്ണമായി കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി കൊടുക്കണം. ഹല്ലേലൂയ. യെസ്. അപ്പോൾ അമ്മ ത്രേസ്യയുടെ തിരുനാളിന്റെ ആഴ്ചകൾ നമ്മൾ ആരംഭിക്കുമ്പോൾ അമ്മ ത്രേസ്യയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചിന്തകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈശോ പൂർണ്ണമായി നൽകുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നൽകലാണ്. കാരണം ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് സിംബലൈസസ് ടോട്ടൽ ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്. തിരുരക്തത്തിന്റെ അഭിഷേകം സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അഭിഷേകമാണ്, പൂർണ്ണമായ അനുസരണത്തിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. എന്താണ് തിരുരക്തത്തിന്റെ അഭിഷേകം? പൂർണ്ണമായ അനുസരണത്തിന്റെ അഭിഷേകം. അമ്മ ത്രേസ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളിലൊന്ന് ദ കറേജ് ടു ഒബേ എന്നതാണ്. ഞങ്ങളുടെ മരണമടഞ്ഞ ഒരു വൈദികൻ, 3 വർഷം പ്രൊവിൻഷ്യാളച്ചനായിരുന്ന ഒരു വൈദികനുണ്ട്. ബഹുമാനപ്പെട്ട ഡേഷ്യസ് അച്ഛൻ എന്ന വൈദികനാണ്. അച്ഛന്റെ ഡോക്ടറേറ്റിന്റെ പ്രബന്ധം അമ്മ ത്രേസ്യയുടെ അനുസരണമാണ്. ദ കറേജ് ടു ഒബേ. അമ്മ ത്രേസ്യ അനുസരിക്കാൻ കാണിച്ച ധൈര്യത്തെ കുറിച്ചാണ് പ്രബന്ധം എഴുതിയിരിക്കുന്നത്. എന്തനുസരിച്ചു? ദൈവഹിതത്തെ പൂർണ്ണമായി. നമ്മളൊരു പാടുന്നൊരു പാട്ടില്ലേ, ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നിന്റെ ഹിതം മാത്രം അന്വേഷിക്കുന്ന ആ അനുസരണത്തിനുള്ള ധൈര്യം. ദ കറേജ് ടു ഒബേ. അത് അമ്മ ത്രേസ്യയുടെ ജീവിതമാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അനുസരണത്തിന്റെ അഭിഷേകമാണ്. അപ്പൊ വീണ്ടും നമ്മൾ തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തിനുള്ള അഭിഷേകമാണ് ലഭിക്കുന്നത്? ദൈവഹിതം അനുസരിക്കാനുള്ള അഭിഷേകം. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാല്? ദൈവഹിതം അനുസരിക്കാനുള്ള അഭിഷേകം. കിട്ടുന്നുണ്ടോ? ഡ്രൈ ആണോ? കുറച്ച് അല്ലേ? കുഴപ്പമില്ല, ശരിയാക്കാം. ഹല്ലേലൂയ. അപ്പോ ഇത്രയുമാണ് ഏകദേശം നമ്മള് പറഞ്ഞത്. അതായിരുന്നു കൺക്ലൂഷൻ, ഇല്ലേ? ഇനി അച്ഛൻ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു 12 കാര്യങ്ങൾ പറയാം. ഈ തിരുരക്തത്തിന്റെ, അപ്പൊ ഇങ്ങനെ നമ്മൾ പൂർണ്ണമായി അനുസരിക്കാനുള്ള ഈ അഭിഷേകം നമ്മൾ ഈശോ തരികയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇങ്ങനെ അനുസരിക്കുന്നതുള്ള ഗുണം എന്താണ്? ഈ തിരുരക്തത്തിന്റെ അഭിഷേകത്തിന്റെ ഒരു
15 ഫലങ്ങളാണ് അച്ഛൻ പറയാനായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തീർന്നാലും തീർന്നില്ലെങ്കിലും ഇന്നത്തോടുകൂടി തിരുരക്തത്തിന്റെ ക്ലാസ് അവസാനിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് യേശുവിന്റെ രക്തം നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു. പലതരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് യേശുവിന്റെ രക്തം നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു. തിരുവചന ഭാഗം 2 കൊറിന്തോസ് 5-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. 2 കൊറിന്തോസ് 5, 14 മുതൽ 17 വരെ. ഒരുവൻ എല്ലാവർക്കും എടുത്തോ, ഒരുമിച്ച് വായിക്കാം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അടുത്ത വചനം, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പുതിയത് വന്നത്? അതാണ് ആദ്യത്തെ 14ഉം 15ഉം. ഇടയ്ക്ക് 2-3 വചനങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വരും. അപ്പോ ഈശോയുടെ മരണം വഴി നമുക്ക് എന്ത് കൈവന്നിരിക്കുന്നു? പുതിയ ജീവൻ കൈവന്നിരിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ? പഴയ സൃഷ്ടി ആരാണ്? ആദം പഴയ സൃഷ്ടിയാണ്, ഈശോ പുതിയ സൃഷ്ടിയാണ്. ആദം എടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. അവൻ ഭൗതിക മനുഷ്യനാണ്. 1 കൊറിന്തോസ് 15-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കുക. പഴയ സൃഷ്ടി, പുതിയ സൃഷ്ടി, ഭൗതിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. അപ്പോൾ ആദം എടുക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണെങ്കിൽ ക്രിസ്തു എടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ്. അവൻ വചനമായിരുന്നു, വചനം മാംസമായി. മറ്റേത് മണ്ണ് മാംസമായി. മണ്ണ് മാംസമായി എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ് മാംസമായി മാറിയത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? കുറെ ലോകമുണ്ട്, ലോകത്തിന്റെ മോഹങ്ങളുണ്ട്, ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട്, ലോകത്തോട് ചാഞ്ഞിരിക്കുന്നൊരു മനസ്സുണ്ട്, ലോകത്തിന്റെ വാർത്തകൾക്ക് വേണ്ടി ചെരിയുന്ന ഒരു കാതുണ്ട്, ലോകത്തിന്റെ കാര്യങ്ങൾ പറയാൻ വെമ്പൽ കൊള്ളുന്നൊരു അധരമുണ്ട്, ലോകത്തിന്റെ കാര്യങ്ങൾ കാണാൻ തിടുക്കം കൂട്ടുന്ന പരക്കം പായുന്ന കണ്ണുകളുണ്ട്, കാലുകളുണ്ട്. നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരാണ്. ലോകത്തോട് എവിടെ നിന്നാണോ വന്ന് അങ്ങോട്ടൊരു ആകർഷണം, ഒരു ചായ്വുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ ഇതാ ക്രിസ്തു തന്റെ രക്തം വഴി വചനത്തിൽ നിന്നും ആത്മാവിൽ നിന്നും എടുക്കുകയാണ്. നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. നമ്മൾ ഇനി ജനിച്ചത് ഈ മണ്ണിൽ നിന്നല്ല, ആത്മാവിൽ നിന്നാണ്. ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചവരായി നമ്മെ മാറ്റാൻ വേണ്ടിയാണ് ഈശോ മരിച്ചത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോയുടെ മരണത്തിലൂടെ, ഈശോയുടെ മാറ് പിളർന്നതിലൂടെ നമുക്കെന്ത് സംഭവിച്ചു? ആ ഹൃദയത്തിൽ നിന്ന് പിറന്നവരായി. സഭ എവിടെ നിന്നാ പിറന്നത്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് സഭ എവിടെ നിന്നാ പിറന്നത്? ഈശോയുടെ ഹൃദയത്തിൽ നിന്നാ പിറന്നത്. അപ്പൊ നമ്മളിപ്പോ പിറന്നിരിക്കുന്നത് മണ്ണിൽ നിന്നല്ല, ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഏത് ഗുണമുണ്ടാവും? ഈശോയുടെ ഹൃദയത്തിന്റെ ഗുണമുണ്ടാകും. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ, ഈശോയേ. മനുഷ്യന്റെ ദുരാസക്തികളിൽ നിന്ന് പിറന്നവന് മനുഷ്യന്റെ ദുരാസക്തികളുടെ ഗുണമുണ്ടാകും. ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് പിറന്നവന് ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഗുണമുണ്ടാകും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ
നമ്മൾ ഇനി ശരീരത്താൽ നയിക്കപ്പെടുന്നവരല്ല. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ജഡത്താൽ നയിക്കപ്പെടുന്നവരെ കുറിച്ച് പറയുകയാണ്. മാംസത്താൽ നയിക്കപ്പെടുന്നവർ, ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല, അവർ ദൈവത്തിന്റെ ശത്രുവാണ് എന്നൊക്കെ പറയുന്ന വചനഭാഗമാണ് റോമ 8:6 മുതൽ. ഒടുവിൽ പറയാണ് 14 പറയാണ്, ആത്മാവിൽ നിന്ന് ജനിച്ചവർ, പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ചവരെ കുറിച്ച് പറയുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ പുത്രന്മാരാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇനി മുതൽ നയിക്കപ്പെടുന്നത് എന്റെ ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ചല്ല, ശരീരത്തിന്റെ പ്രവണതകൾക്ക് കീഴ്പ്പെടാൻ ഇനി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഞാനത് തീരുമാനിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ പ്രവണതകൾ എന്നെ ആകർഷിക്കുമ്പോ ഞാൻ അതിനെന്നെ തന്നെ വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നത്? ആത്മാവിന്റെ പ്രവണതകൾക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഇതാണ് പുതിയ സൃഷ്ടി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതാരാണ്? ഈശോയുടെ മരണമാണ്, ഈക്വൽ ടു ഈശോയുടെ തിരുരക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈശോയുടെ തിരുരക്തം നമ്മെ ആരാക്കി മാറ്റി? പുതിയ സൃഷ്ടിയാക്കി മാറ്റി. നമ്മുടെ സ്വാഭാവിക പ്രവണതകൾ ഇഷ്ടം പോലെയുണ്ട്. പെട്ടെന്നൊരു കാര്യം കാണുമ്പോ അത് നമ്മൾ ഭയപ്പെടുത്താം, ഭയം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു പ്രവണത, നെഗറ്റീവായിട്ട് പറയാനുള്ളൊരു പ്രവണത, ഇതൊക്കെ സ്വാഭാവിക പ്രവണതകളെ മാറ്റിവെച്ചിട്ട് ആത്മീയമായി കാണാൻ പഠിക്കുന്നതിന്റെ പേരാണ് പുതിയ സൃഷ്ടിയാവുക. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് അതിനെ കുറിച്ച് അത്രയും മതി. അടുത്തത്, യേശുവിന്റെ രക്തം നമ്മെ കഴുകുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, യേശുവിന്റെ രക്തം നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു. വചനഭാഗം 1 യോഹന്നാൻ 1:7. 1 യോഹന്നാൻ 1:7 വായിക്കാം. പ്രകാശത്തിലായിരിക്കുന്നവൻ 1 യോഹന്നാൻ 1:7. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവിടുത്തെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9:14. ഹെബ്രായർ 9:14 എഴുതി വെക്കാം, ബൈബിൾ എടുക്കാം, വായിക്കാം. ഹെബ്രായർ 9:14. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അതായത് കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം. ഈ വിശുദ്ധി എങ്ങനെ ഉണ്ടാകും? നമ്മൾ ചിന്തകളിലും വാക്കുകളിലും ഒക്കെ പാപം ചെയ്യുന്നവരാ. ഈ വിശുദ്ധി എങ്ങനെ ഉണ്ടാകും? നമ്മളിൽ തന്നെ നമുക്ക് വിശുദ്ധിയില്ല. അപ്പൊ അതുകൊണ്ട് പറയാണ്, കളങ്കമില്ലാത്ത ക്രിസ്തുവിന്റെ രക്തം ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനാണ് ഈശോ രക്തം ചിന്തിയത്. ആ രക്തത്തിന്റെ യോഗ്യതകൾ വഴി നമ്മുടെ പാപങ്ങള് കഴുകി വിശുദ്ധീകരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ പത്രോസ് തള്ളിപ്പറഞ്ഞതിന്റെ കറ ഇപ്പൊ പത്രോസിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ഇല്ലേ? പത്രോസ് ഇപ്പൊ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോണതിന് മുമ്പ് ആയിക്കൊള്ളട്ടെ. തള്ളിപ്പറഞ്ഞതിന്റെ കറ പത്രോസിന്റെ ജീവിതത്തെ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ ആ കറ എവിടെ പോയി? എന്നാലും തള്ളിപ്പറയാവോ? തള്ളിപ്പറഞ്ഞതിന്റെ കറ അവിടെ ഇല്ല. ഇത് വലിയൊരു സാന്ത്വനമാണ് പറയാം. തള്ളിപ്പറഞ്ഞതിന്റെ, നിന്റെ പഴയ പാപത്തിന്റെ അഴുക്ക് നിന്നിലില്ലെന്ന്. ചില ആളുകള് കുറ്റബോധം കൊണ്ട് നീറി നീറി പറയും, ഇനി എനിക്ക് രക്ഷയില്ല, തീർന്നു. അത് ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നിന്റെ പഴയ പാപത്തിന്റെ കറ നിന്നിലില്ലെന്ന്. പത്രോസ് തള്ളിപ്പറഞ്ഞതിന്റെ കറ പത്രോസിലില്ല. പൗലോസ് സ്തെഫാനോസിനെ കൊന്നതിന്റെ ഇല്ലേ 1-ാം പ്രതിയാണ്. സ്തെഫാനോസ് നീതിമാനായ ഒരു മനുഷ്യനെ കൊന്നതിന്റെ കറ പൗലോസിന്റെ ഉള്ളിലുണ്ടോ? അതോടെ പോയി. എന്നാലും കൊല്ലാൻ പാടണ്ടോ? പൗലോസ് കൊന്നതിന്റെ കറ, കൊന്നത് മാത്രമല്ല, എത്ര പേരെയാണ് തല്ലിച്ചതച്ചത്. അവസാനം പണി കിട്ടിയപ്പോഴാണ് നിർത്തിയത്. അതിന്റെ കറ പൗലോസിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2006 മധ്യപ്രദേശിൽ റാണി മരിയ എന്ന് പറയുന്ന ഒരു സിസ്റ്ററിനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സമൂന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു വാടക കൊലയാളി ലാൻഡ് ലോഡ്സിന്റെ പ്രേരണ പ്രകാരം ബസ്സിലിട്ട് കുത്തിക്കൊന്നു. 2006. 2017 അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. സിസ്റ്റർ റാണി മരിയ, വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററിനെ കുത്തിക്കൊന്ന സമൂന്ദർ സിംഗിന്റെ പാപത്തിന്റെ കറ പ്രിയപ്പെട്ടവരെ, ആ സഹോദരനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. കാരണം ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ കുടുംബാംഗങ്ങൾ ചെന്ന് അഭ്യർത്ഥിച്ചു, ഞങ്ങൾക്ക് പരാതിയില്ല. അവൻ അനുദപിച്ച് ഈശോയിൽ വിശ്വസിച്ചു. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാളായി അവൻ കേരളത്തിൽ വന്നു. റാണി മരിയ സിസ്റ്ററിന്റെ അമ്മയുടെ കാൽക്കൽ വീണ് കാല് തൊട്ട് വന്ദിച്ചു. ആ കാൽപാദം അവൻ കണ്ണീര് കൊണ്ട് കഴുകി തുടച്ചു. അമ്മയുടെ കൂടെ ഇരുന്നവൻ ചോറ് തിന്നു. ആ അമ്മ തന്റെ മകളെ കൊന്നവന്റെ പാത്രത്തിലേക്ക് ചോറ് വിളമ്പിക്കൊടുത്തു. കൂടെ ഇരുന്ന് കഴിക്കുമോനെ എന്ന് പറഞ്ഞ് അവനെ ഊട്ടി. അച്ഛൻ ചോദിക്കട്ടെ, സമൂന്ദർ സിംഗ് ചെയ്ത പാപത്തിന്റെ കറ അവന്റെ ഉള്ളിലുണ്ടോ? ആ കറ ആര് കഴുകി മാറ്റും? ആ കറ കഴുകി മാറ്റാൻ ഒരു നീതിപീഠത്തിനും കഴിയില്ല. ഒരു നീതിപീഠത്തിനും കഴുകി മാറ്റാൻ കഴിയാത്ത കറ, തിരുരക്തം, ഈശോയുടെ കുരിശ് മരണത്തിന് മാത്രം കഴുകി മാറ്റാൻ കഴിയുന്ന ഒരു കറയാണത്. ആ കറയെ കുറിച്ചാണ് പറയുന്നത്. നിന്നിലിനി ആ പഴയ പാപത്തിന്റെ അഴുക്കില്ലാത്ത വിധം. 1 യോഹന്നാൻ 1:7 നമ്മൾ വായിച്ചതുപോലെ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നിന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി, യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുക്കുന്നു എന്നാണ്. യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുക്കുന്നു. വചനഭാഗം 1 പത്രോസ് 1:18-19 തിരുവചനങ്ങൾ വായിക്കാം. പിതാക്കന്മാരിൽ നിന്ന്
നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. കൈയടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ കുഴിയിൽ വീണ് കിടക്കുകയാണ് ഒരാൾ. ഏതു കുഴിയിൽ? പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുകയാണ്. അസ്വസ്ഥതകളുടെ കുഴിയിൽ വീണ് കിടക്കുകയാണ്. ഈ ജൂൺ മാസം 27-ാം തീയതി, അതായത് ഇന്ന് ജൂലൈ 24, കഴിഞ്ഞ മാസം ജൂൺ 27, 2025 ഒരു മകൻ, ചെങ്കു ഹൻസ്ഡ എന്ന് പറയുന്ന ഒരു മകൻ, നിങ്ങൾക്ക് പരിചയം ഒരു തരത്തിൽ അച്ഛൻ പരിചയപ്പെടുത്തി തരാം. 1999 ജനുവരി മാസം ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിനെയും ഗ്രഹാം സ്റ്റെയിന്റെ 2 കുഞ്ഞുമക്കൾ 8ഉം 10ഉം വയസ്സുള്ള 2 ആൺകുട്ടികളെയും ഒരു ജീപ്പിലിട്ട് കത്തിച്ച സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് അച്ഛൻ ചിന്തിക്കട്ടെ. ഇല്ലേ? ഉണ്ട്. അതിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതി, 18 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന ഒരു പ്രതികളിൽ, ആ കൊലക്കേസിൽ പ്രതിയായവരിൽ ഒരാളാണ് ഈ ചെങ്കു ഹൻസ്ഡ എന്ന് പറയുന്ന ആള്. സംഭവം 1999-ലാണ്. അതിനുശേഷം 9 വർഷം ഇദ്ദേഹത്തെ ജുവനൈൽ ജയിലിൽ ആയിരുന്നു. 9 വർഷം കഴിഞ്ഞപ്പോ മോചിപ്പിച്ചു. ഈ മോചനത്തിന് ശേഷം ചെങ്കു ഇങ്ങനെ സമാധാനമില്ലാതെ നടക്കുകയായിരുന്നു. സമാധാനം കിട്ടുന്നില്ല. അവസാനം അവന്റെ മനസ്സിൽ അവൻ ഫീൽ ചെയ്യാണ്, ഞാൻ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെ ചുട്ടരിച്ചു കൊന്നത്? ഞാൻ എന്തിനാണ് ആ പാവപ്പെട്ട പാസ്റ്ററിനെ കൊല്ലുന്നതിന് കൂട്ടുനിന്നത്? അവന്റെ ഹൃദയം ഒരു കുഴി കിടക്കാണ്. അങ്ങനെ കുഴിയിൽ കിടന്ന മനുഷ്യൻ ഒടുവില് ഒരു പ്രാർത്ഥനാ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ അവൻ ഈശോയെ അറിയുകയാണ്. അവിടെ അവൻ ഈശോയെ അനുഭവിക്കുകയാണ്. ഈശോയുടെ കുരിശ് മരണത്തിന്റെ യോഗ്യതകളെ അവൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് അവൻ ഈ കഴിഞ്ഞ 27-ാം തീയതി, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഈശോയെ സ്വീകരിച്ചിരിക്കുന്നു, ആരുടെയും നിർബന്ധപ്രകാരമല്ലാതെ, ആരുടെയും പ്രേരണയോ പ്രലോഭനവുമില്ലാതെ, എന്റെ ആത്മാവിലും എന്റെ മനസാക്ഷിയിലും ഉത്തമമായ ബോധ്യത്തോടെ ഞാൻ ഈശോയെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് മീഡിയയുടെ മുമ്പിൽ നിന്ന് അവൻ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനെ ആ വീണ് കിടന്ന കുഴിയിൽ നിന്ന് വീണ്ടെടുത്തതാരാണ്? ഈശോയുടെ കുരിശ് മരണമാണ്. ഈശോയുടെ തിരുരക്തമാണ്. ഈശോയുടെ തിരുരക്തം നീ ഇപ്പോൾ വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുമെന്ന് പറയുമ്പോ ഇപ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അടുത്തതായി, 4-മതായി, യേശുവിന്റെ രക്തം നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ അഴുക്ക് മാറ്റുന്നു എന്നതാണ്. അഴുക്ക് മാറ്റുന്നു എന്നതുകൊണ്ട് നമ്മൾ വിശുദ്ധരായി എന്നർത്ഥമില്ല. അഴുക്ക് മാറ്റിയാൽ മാത്രം പോരാ, നമ്മൾ വിശുദ്ധരാവുക കൂടി ചെയ്യണം. സാങ്ക്ടിഫിക്കേഷൻ വേണം. ക്ലെൻസിങ് മാത്രം പോരാ. ഒന്ന് ക്ലെൻസിങ് ആണ്, കൈയൊക്കെ കഴുകി, ഓക്കെ, ശരി, പോരാ. നമ്മൾ വിശുദ്ധരാക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നന്മകൾ കൊണ്ട് നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കുളിച്ചാൽ മാത്രം പോരാ, നല്ല ഡ്രസ് എടുക്കണം അല്ലേ? ആഭരണങ്ങളൊക്കെ ഇടണം, മേക്കപ്പ് ഒക്കെ ഇടണം, നന്മകൾ കൊണ്ട് നിറയണം. പ്രിയപ്പെട്ടവരെ, വചനഭാഗം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:10. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:10 വായിക്കാം. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതു വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
ഈശോയുടെ രക്തം വഴി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ 1:7 നമ്മൾ വായിച്ചു. ഇവിടെ ഹെബ്രായർ 10:10 നമ്മൾ വായിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിയുടെ വ്യത്യാസമുള്ളൂ. മറ്റേത് ശുദ്ധീകരിക്കപ്പെടുക, ഇത് വിശുദ്ധീകരിക്കപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസിന്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധീകരണത്തിന്റെ ഉത്തമമായ ഉദാഹരണമാണ് അഗസ്തീനോസിന്റെ കഥ. അഗസ്തീനോസ് പ്രലോഭനങ്ങളിലെ, പാപങ്ങളിലെ, ജഡികാസക്തികളിലൊക്കെ ജീവിച്ച മനുഷ്യൻ ഒടുവിൽ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭാപണ്ഡിതനായ ഒന്നാമനായ വിശുദ്ധന്മാരിൽ ഒരാളായി വിശുദ്ധ അഗസ്റ്റിൻ മാറി. അത് വിശുദ്ധീകരണമാണ്. നീ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനായി, നല്ലൊരു മനുഷ്യനായി ജീവിച്ച പോരാ, നീ വിശുദ്ധനാകണം. വിശുദ്ധനാകുന്നതിന് നമ്മെ സഹായിക്കുന്ന രക്തമാണ് ഈശോയുടെ തിരുരക്തം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മറ്റൊരു വിശുദ്ധയുടെ ഉദാഹരണം കൂടി അച്ഛൻ ഓർക്കുകയാണ്. 334 AD 334 അലക്സാണ്ട്രിയയിൽ ജനിച്ച വിശുദ്ധ മേരി, ഈജിപ്തിലെ വിശുദ്ധ മേരി എന്ന് പറയുന്ന, സെയിന്റ് മേരി ഓഫ് ഈജിപ്ത് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ദേശത്താണ് ഇവർ ജനിച്ചത്. ഇവര് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഇവര് പല ആളുകളുമായിട്ട് ഒരു പ്രാവശ്യം ഹോളി ലാൻഡിലേക്ക് യാത്ര ചെയ്യുകയാണ്. അല്ലേ, ഹോളി ലാൻഡിൽ പോവാറില്ലേ? ജെറുസലേമിൽ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിയ. കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ട്. പോവാത്തവർക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാ, യുദ്ധമൊക്കെ ഒന്ന് തീരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവര് ഹോളി ലാൻഡിലേക്ക് തീർത്ഥാടകരുടെ കൂടെ യാത്ര ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഈ തീർത്ഥാടകരെ ഇവര് പ്രലോഭിപ്പിച്ച്, ഓരോരുത്തരെയും പ്രലോഭിപ്പിച്ച് അവരുമായി വ്യഭിചാര പാപം ചെയ്യുന്നതിന് വേണ്ടി ഈ മേരി കൂടെ കൂടിയതാണ്. നിങ്ങൾ ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ വിശുദ്ധയുടെ ചരിത്രം പറയുന്നത്. അങ്ങനെ കൂടെ കൂടി, അങ്ങനെ യാത്രയിൽ പലരെയും ഈ മേരി വഴി വിഴപ്പിച്ചു. ഒടുവിൽ ജെറൂസലമിലെത്തി. അവിടെ എത്തി ഈശോയുടെ കുരിശുമരണത്തിന്റെ സ്ഥലത്തെത്തി. അവിടെ കുരിശിൽ തൂങ്ങപ്പെട്ടവനെ അവൾ ധ്യാനിച്ചു. അവന്റെ ഒഴുകിയ തിരുരക്തത്തെ അവൾ ധ്യാനിച്ചു. ആ തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ അവൾ സ്നാനം ചെയ്തു. ജോർദാൻ നദിയിൽ ഈശോയെ പോലെ അവൾ മുങ്ങി പുതിയ സൃഷ്ടിയായി, പുതിയ ഒരു മനുഷ്യനായി ഇവള് മാറുകയും പിന്നീടുള്ള മറിയത്തിന്റെ ജീവിതം ത്യാഗത്തിന്റെയും പരിത്യാഗത്തിന്റെയും തപസ്സിന്റെയും ദൈവസ്നേഹത്തിന്റെയും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസുകളുടെയും ഒക്കെ കഠിന തപസ്സിന്റെ, ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് അവര് പ്രിയപ്പെട്ടവരെ സഭയിൽ ഔദ്യോഗികമായി വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടാൻ തക്ക വിധം പുണ്യജീവിതം നയിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ആരാണ് ഈ വ്യഭിചാരിണിയായിരുന്ന, പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്ന ഈ മേരിയെ വിശുദ്ധ മേരിയാക്കി മാറ്റിയത്? അത് ഈശോയുടെ തിരുരക്തമാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത്, ഈശോയുടെ തിരുരക്തം നമ്മെ വിശുദ്ധീകരിക്കും, സാങ്ക്ടിഫൈ ചെയ്യുന്നു. വെറുതെ കഴുക മാത്രമല്ല. ഹല്ലേലൂയ. അടുത്തതായിട്ട്, അഞ്ചാമതായിട്ട്, യേശുവിന്റെ രക്തം നമ്മെ നീതീകരിക്കുന്നു, നമ്മെ ജസ്റ്റിഫൈ ചെയ്യുന്നു. ശരിക്കും ഈ ജസ്റ്റിഫിക്കേഷൻ ആദ്യം പറയണ്ട. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയാണ്, നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നാം പാപികളായിരിക്കെ
ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ സ്നേഹപൂർവ്വം ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ളവരോട് ഓർമ്മിപ്പിക്കട്ടെ, വചന ശുശ്രൂഷ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള അനുവാദം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ഗൗരവമുള്ള ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണം അച്ഛൻ നിങ്ങളോട് നീതീകരിക്കപ്പെട്ട മനുഷ്യനാവുന്നതിനെ കുറിച്ച് 2008 നാഗാർജുന പ്രധാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ടമാലിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊരുതി നടത്തിയതിനു ശേഷം ആ കൂട്ടക്കുരുതിയിൽ അതിലൊക്കെ പങ്കാളിയാകുകയും ഒരു പരിധിവരെ അതിനൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ പിന്നീട് പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ടതിന്റെ കഥയുണ്ട് അച്ഛന്റെ കയ്യിൽ. ഈ മനുഷ്യൻ നാഗാർജുന പ്രധാൻ എന്ന് പറയുന്ന മനുഷ്യൻ 1980കളിൽ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടാകും, ഒരു രഥയാത്ര നടന്നു ഇന്ത്യയിൽ. ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ ആരും കേട്ടിട്ടില്ല. രഥയാത്ര, എൽ.കെ. അദ്വാനിയുടെ രഥയാത്ര. ഈ രഥയാത്ര ഒറീസയിലൂടെ കടന്നുപോയ സമയത്ത് ഒറീസയിലെ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഈ നാഗാർജുന പ്രധാൻ. ഓക്കെ. അപ്പോൾ പാർട്ടിയിൽ അത്രയും വലിയ ഈ മൊത്തം സ്റ്റേറ്റിന്റെ മൊത്തം ഈ രഥയാത്രയുടെ ചാർജുള്ള ആള്, ഈ ചാർജുള്ള ആളാണ് നാഗാർജുന പ്രധാൻ. അന്ന് ഈ രഥയാത്ര കടന്നുപോയതിന്റെ ചരിത്രം ചോദിക്കുമ്പോ കടന്നുപോയ വഴികളിലെ പല ദേവാലയങ്ങളും അതുമായി ബന്ധപ്പെട്ട് തകർക്കപ്പെട്ടതിന്റെ ചരിത്രമുണ്ട്. അതിനൊക്കെ കൂട്ടുനിന്നതിന്റെ ചരിത്രമുണ്ട്. അങ്ങനെ ചരിത്രമുള്ള നാഗാർജുന പ്രധാൻ 2008 പ്രിയപ്പെട്ടവരെ അയാൾ ഈശോയെ സ്വീകരിച്ചു എന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാൾ ഒരു വിശ്വാസിയായി, അയാൾ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞു. അപ്പോ ചോദ്യം ഇതാണ്, ഈ പാപം ഇത്ര നാള് ചെയ്ത പാപത്തിന് ആര് നീതീകരണം കൊടുക്കും? നേരത്തെ കറ ആര് കഴുകിക്കളയുന്ന പോലെ ഈ കടങ്ങളൊക്കെ ആര് വീട്ടും? അതാണ് നിന്റെ പാപത്തിന് കർത്താവിന്റെ രക്തം നിന്റെ കഴിഞ്ഞ പല പാപങ്ങളിൽ നിന്ന് നിന്നെ നീതീകരിക്കുന്നു. നീ അതിനു വേണ്ടി ഇനി അതോർത്ത് കടം വീട്ടാൻ പോകണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആശ്വാസം തരുന്ന കാര്യമാണ്. നാഗാർജുന പ്രധാന്റെ കാര്യം വിട്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നന്ദികേടുകളിലൂടെ, നെറുകേടുകളിലൂടെ കർത്താവിനോട് നന്ദിയില്ലാതെ, മനുഷ്യനോട് നന്ദിയില്ലാതെ ജീവിച്ചതിന്റെ കാലഘട്ടത്തിന്റെ കടം കർത്താവിന്റെ തിരുരക്തം നമുക്ക് വേണ്ടി വീട്ടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വചനത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ പാപികളായിരിക്കെ, നമ്മൾ ശത്രുക്കളായിരിക്കെ, നമ്മൾ ഒരു യോഗ്യതയുമില്ലാത്ത ബലഹീനരായിരിക്കെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:6, 5:8, 5:10 തിരുവചനങ്ങൾ. നിങ്ങൾ ബലഹീനരായിരിക്കെ, നിങ്ങൾ പാപികളായിരിക്കെ, നിങ്ങൾ ശത്രുക്കളായിരിക്കെ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 6 യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു രക്തം, നമുക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥൻ, അത് ഈശോയുടെ തിരുരക്തമാണ്. ഹല്ലേലൂയ. വചനം 1 യോഹന്നാൻ 2, 1 യോഹന്നാൻ 2, 1ഉം 2ഉം തിരുവചനങ്ങൾ. എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ
പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് അവന്റെ രക്തം നമുക്ക് വേണ്ടി. ആബേലിന്റെ രക്തം നീതിക്ക് വേണ്ടി മണ്ണിൽ കിടന്ന് കരഞ്ഞതുപോലെ ഈശോയുടെ രക്തം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സെയിന്റ് ഡിസ്മ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ. നിങ്ങൾക്കറിയാം, പേരറിഞ്ഞുവിടുന്നുള്ളൂ, ആളെ അറിയാം. ഡിസ്മ എന്ന് പറയുന്നത് സഭയിലെ ഒരു വിശുദ്ധനാണ്. നിങ്ങൾ നന്നായിട്ട് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല കള്ളൻ പെട്ടെന്ന് പറയാം. നല്ല കള്ളന്റെ പേരാണ് ഡിസ്മ. ഡിസ്കോ അല്ല, ഡിസ്മ. ഹല്ലേലൂയ. പെണ്ണല്ല, ആണാണ്. വലതുവശം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഈ നല്ല കള്ളൻ വലതുവശത്ത് കിടക്കുകയാണ്. നല്ല കള്ളന് വേണ്ടി, നല്ല കള്ളൻ ചെയ്ത നല്ല പ്രവൃത്തി എന്താണ്? നന്നായി മോഷ്ടിച്ചു എന്നുള്ളതല്ല. അവൻ നല്ല കള്ളൻ. എന്തുകൊണ്ടാണ്? അവൻ നന്നായിട്ട് കട്ടു, അവൻ സ്വർഗം മോഷ്ടിച്ചു. അപ്പോൾ നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയെ ഡിഫെൻഡ് ചെയ്തു. ഈശോയുടെ കുരിശു മരണത്തെ അവൻ ഏറ്റെടുത്തു. അത് നീതിമാന്റെ മരണമാണെന്ന് പറഞ്ഞ് നല്ല കള്ളൻ ഈശോയ്ക്ക് വേണ്ടി വാദിച്ചു. ഈശോയോട് കുരിശിൽ കിടന്ന് കരുണ കാണിച്ചവനാണ് നല്ല കള്ളൻ. അവന് വേണ്ടി ഈശോ എന്ത് ചെയ്തു? ഈശോ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്നോടുകൂടെ ഇന്ന് പറുദീസയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നത് ആരെയാണെന്നറിയാവോ? ആരെയാണ് വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നത്? സ്വർഗത്തിൽ ആണ് എന്ന് നമുക്ക് ഉറപ്പുള്ളവരെയാണ് വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈശോ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ച ഒരാളേ ഉള്ളൂ. ആരാണത്? കള്ളൻ. അപ്പൊ നമുക്കൊക്കെ പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. ഈശോ വിശുദ്ധനെന്ന്, നീ എന്നോടുകൂടെ ഇന്ന് പറുദീസയിലായിരിക്കും. അതാണ് പറയുന്നത്. യേശുവിന്റെ രക്തം പാപികളായ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഏഴാമതായി, യേശുവിന്റെ രക്തം നമുക്ക് സമാധാനം തരുന്നു. വലതുകരം ഇരുകരങ്ങൾ ഉയർത്തി വെച്ചുകൊണ്ടെന്ന് പറഞ്ഞ്, യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സമാധാനം തരുന്നു. വചനഭാഗം കൊളോസ്സസ് 1:20 വായിക്കാം. കൊളോസ്സസ് 1:20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോടനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു പാപം ചെയ്തു, പാപത്തിന്റെ കുറ്റബോധം, സമാധാനം പോയി. ആളുകൾ നമ്മെ പരിഹസിച്ചു, സമാധാനം പോയി. ആരെങ്കിലും നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കി, എന്തു പറ്റും? സമാധാനം പോകും. കുറ്റപ്പെടുത്തി നമ്മളെ വിമർശിച്ചു, എന്ത് സംഭവിക്കും? സമാധാനം പോകും. നമ്മളെ ശപിച്ചു, എന്ത് സംഭവിക്കും? സമാധാനം പോകും. ഇല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞോ, നീ നന്നാവില്ലെന്ന് പറഞ്ഞു, അയ്യോ അച്ഛൻ ഞാൻ നന്നാവില്ലെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളുടെ 10 തലമുറ മുമ്പുള്ള അപ്പൂപ്പൻ ഒരു അബോർഷൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗതി പിടിക്കാത്തത്. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? 5 തലമുറ മുമ്പുണ്ടായിരുന്ന ഒരാള് അബോർഷൻ നടത്തി.
അല്ലെങ്കിൽ 5 തലമുറകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരാൾ കൊലപാതകം നടത്തിയിട്ടുണ്ട്, നിങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ, അപ്പൊ നമുക്ക് പേരറിഞ്ഞൂടല്ലോ, രക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞ ആൾക്കും അറിഞ്ഞൂടാ, കേട്ട ആൾക്കും അറിഞ്ഞൂടാ, അയാൾ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാത്തത്. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ അന്വേഷിച്ചു നടക്കും, ഗ്രിഗോറിയം മാസം എവിടെ ചെല്ലണം, ഈ ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാധാനം നശിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്, സമാധാനം നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, നമ്മുടെ തന്നെ കുറ്റബോധമുണ്ട്, പലതുണ്ട്. ഇതിൽ നിന്നെല്ലാം, അതാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെ, അതായത് പഴയതും പുതിയത് ഏത് തലമുറ ആയിക്കൊള്ളട്ടെ, അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കപ്പെട്ടു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും ഒക്കെ പാപത്തിന് ഈശോ പരിഹാരം ചെയ്തു എന്ന് വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നതിന്റെ അഭിഷേകമാണ് തിരുരക്തത്തിന്റെ അഭിഷേകം. ഈശോ തിരുരക്തം ചിന്തിയത് വഴി ഈ പാപങ്ങൾ സ്വർഗത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. 5 തലമുറ മുമ്പ് ചെയ്ത അപ്പൂപ്പന്റെ പാപത്തിന് നമ്മോട് കണക്ക് ചോദിക്കാവുന്നവനല്ല കർത്താവ്. അതിന് നമ്മൾ ഇനി ഉത്തരവാദിത്തം പറയേണ്ടത് വചനം പഠിപ്പിക്കുന്ന കാര്യമല്ലേ? നമ്മൾ ചെയ്ത പാപത്തിന് തന്നെ മര്യാദക്ക് പോയി കുമ്പസാരിക്കാത്ത ആളുകളാണ് 5 തലമുറ മുമ്പ് ചെയ്ത അപ്പൂപ്പന്റെ പാപവും പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ലേ? അപ്പോ ഇപ്പൊ നമ്മുടെ ദുരിതത്തിന്റെ ഒക്കെ കാരണക്കാരനെ പിടികിട്ടി. ആരാണ്? മുത്തപ്പൂപ്പൻ. നമ്മളൊന്നുമല്ല, നമ്മൾ കള്ളു കുടിച്ചതുമല്ല. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ രക്തം നമുക്ക്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ, അതാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന്റെ പിറകെ പോകല്ലേ. ഓക്കെ, യെശയ്യാ 53:5, യെശയ്യാ 53:5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. 8, തിരുരക്തം നമ്മെ ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അല്ലെങ്കിൽ തിരുരക്ത അഭിഷേകത്തിന്റെ ഫലമായി, വലതുകരം വരുത്തി വെച്ചുകൊണ്ട് പറയാം, തിരുരക്ത അഭിഷേകത്തിന്റെ ഫലമായി ദൈവകോപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവകോപം അല്ലെങ്കിൽ ദൈവക്രോധം? ദൈവക്രോധം എന്ന് പറഞ്ഞാൽ നീതി ലംഘിക്കപ്പെടുമ്പോൾ, നീതി ലംഘിച്ചതിനെ ഓർത്തുള്ള ദൈവത്തിന്റെ വേദനയാണ് ദൈവത്തിന്റെ ക്രോധം. അതായത് അനീതി പ്രവർത്തിക്കുന്നതിന് ശിക്ഷ നൽകുന്നതിനുള്ള ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തിന്റെ ക്രോധം. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ പല അനീതികളും പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശ് മരണം ഒന്നാമതായി എന്തിന്റെ പ്രകടനമാണ്? ദൈവത്തിന്റെ നീതിയുടെ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ദൈവക്രോധത്തിന്റെ വെളിപ്പെടുത്തലാണ് കുരിശ് മരണം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. കുരിശ് മരണം ദൈവത്തിന്റെ കരുണ എന്നതിനേക്കാൾ, കരുണ സെക്കൻഡാ വരുന്നത്, ദൈവത്തിന്റെ നീതിയാണ്. കാരണം ഒരു മനുഷ്യൻ പീഡകളേറ്റ് പിടഞ്ഞ് മരിക്കാൻ ദൈവം ഇടവരുത്തുന്നത് പാപത്തിന് അതിന് തക്കതായ ശിക്ഷയുണ്ടെന്ന വെളിപ്പെടുത്തലാണ് കുരിശ് മരണം.
അപ്പോൾ അത് ദൈവത്തിന്റെ നീതിയാണ്. രണ്ടാമതായി അത് ദൈവത്തിന്റെ കരുണയാണ്. എന്താണ്? നീ ചെയ്ത പാപത്തിന് നീ സഹിക്കണ്ട, അത് എന്റെ പുത്രൻ സഹിച്ചോളും എന്ന് പറയുന്ന കരുണ. അപ്പോൾ ഈ ദൈവക്രോധത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടത്? ഈശോയുടെ തിരുരക്തം ചിന്തുക വഴി ദൈവക്രോധത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെ രക്ഷപ്പെട്ടു. നമ്മളാണ് കട്ടത്, പക്ഷെ പോലീസ് പിടിച്ചത് നമ്മളെയല്ല, വേറൊരാളെയാണ്. അപ്പൊ നമ്മൾ പറയും നമ്മളെ രക്ഷപ്പെട്ടു. വേറൊരാൾ പിടിച്ചല്ലോ, പ്രതിനെ കിട്ടിയല്ലോ, ഇനി നമ്മളെ പിടിക്കാൻ. തിന്മ ചെയ്തതാരാണ്? നമ്മളാണ്. ശിക്ഷ കിട്ടിയത്, പിടിക്കപ്പെട്ടതാരാണ്? വേറൊരാൾ, ഈശോ. ഹല്ലേലൂയ. അപ്പോൾ തിരുരക്തത്തിന്റെ അഭിഷേകം എന്ത് തരുന്നു? ദൈവക്രോധത്തിൽ നിന്ന് നമുക്ക് മോചനം തരുന്നു. 9, നമ്മുടെ പാപങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം വീശിക്കൊണ്ട് പറഞ്ഞ തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മുടെ പാപങ്ങൾക്കുള്ള പൂർണ്ണമായ പരിഹാരം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനം, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എങ്ങനെയാണ് ആ കുഞ്ഞാട് പാപം നീക്കിയത്? കൊല്ലപ്പെട്ട് രക്തം ചിന്തുക വഴി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. ചില ആളുകൾ വന്ന് ചോദിക്കാറുണ്ട്, അച്ഛാ ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് കടമാണ് വീട്ടേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വീട്ടിയാലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാവുകയില്ല. പാപം ചെയ്ത മനുഷ്യന്റെ രക്തം അവന്റെ തന്നെ പാപത്തിന് പരിഹാരമാവുകയില്ല. ആടുകളുടെയും കാളകളുടെയും രക്തം പരിഹാരമാവുകയില്ല. പാപമുള്ള മനുഷ്യന്റെ രക്തം, ജീവൻ, പാപത്തിന് പരിഹാരമാവില്ല. പാപമില്ലാത്തവന്റെ രക്തം വേണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. 10-ാമതായി യേശുവിന്റെ രക്തം നമുക്ക് സൗഖ്യം നൽകുന്നു. വലതുകരം വീശിക്കൊണ്ട് പറയാം, യേശുവിന്റെ രക്തം നമുക്ക് സൗഖ്യം നൽകുന്നു. 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24 വായിക്കാം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആവശ്യമുണ്ട്. ആന്തരിക മുറിവുകള്, നമ്മുടെ കയ്യിലും കാലിലുള്ള മുറിവ് മാത്രമല്ല അല്ലേ, നമുക്ക് ഈ പെടലിക്കും നടുവിനൊക്കെ മാത്രമുള്ള മുറിവ്, വേദന. നമ്മുടെ ഏറ്റവും കൂടുതൽ മുറിവ് എവിടെയാ ഉള്ളത്? ഉള്ളിലാണ്, ആത്മാവിലാണ്. ഏറ്റവും കൂടുതൽ സൗഖ്യം എവിടെ ആവശ്യമുള്ളത്? നമ്മൾ പറയില്ല, അല്ല വേദന ഒന്നും കുഴപ്പമില്ല അച്ചോ, ഒരു സമാധാനം കിട്ടിയാ മതി അല്ലേ. നടുവേദന ഒന്നും കുഴപ്പമില്ല. കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. കൈ ഒടിഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഇത്തിരി സ്വസ്ഥത കിട്ടിയാ മതി അല്ലേ. കർത്താവിന്റെ രക്തം തന്നെ സുഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോ അതാദ്യമായി നിനക്ക് ആത്മാവിൽ സൗഖ്യം തരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പാപം ആത്മാവിന്റെ രോഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന് വേണ്ട സൗഖ്യം എന്താണ്?
പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. പിന്നെ അസ്വസ്ഥത, ആകുലത, വേദന, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ മനസ്സിന്റെ രോഗമാണ്. അല്ലേ? വെറുപ്പും വിദ്വേഷവും ഒക്കെ എവിടത്തെ രോഗമാണ്? ചില ആളുകൾക്ക് കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ഉള്ളു നിറയെ രോഗമാണ്. അത് ഈ ആന്തരിക മുറിവാണ്, ഉള്ളിലുള്ള രോഗമാണ്. അതും സുഖമാണ്. കർത്താവിന്റെ രക്തം നിനക്ക് സൗഖ്യം നൽകുന്നു എന്ന് പറയുമ്പോ നിന്റെ ആത്മാവ് സുഖപ്പെടും, നിന്റെ മനസ്സ് സുഖപ്പെടും, നിന്റെ ശരീരം സുഖപ്പെടും. ഹല്ലേലൂയ. അപ്പൊ അതാണ് 10. 11 യേശുവിന്റെ രക്തം എനിക്ക് ജീവൻ നൽകുന്നു. ഹല്ലേലൂയ. വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, യേശുവിന്റെ രക്തം എനിക്ക് ജീവൻ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിച്ചു പോട്ടെ. യേശുവിന്റെ രക്തം നമുക്ക് സൗഖ്യം നൽകുന്നു എന്ന് പറയുമ്പോ നമ്മളൊരു കാര്യം ചോദിക്കും, ഇതെങ്ങനെയാണ് ഈ സൗഖ്യം തരുന്നത്? ഈ പാരസെറ്റമോള് കഴിക്കുമ്പോ എങ്ങനെയാണ് പനി പോകുന്നത്? ഈശോയുടെ രക്തം എങ്ങനെയാണ് എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തുന്നത്, എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തുന്നത്? ഈശോയുടെ രക്തം നമ്മോട് പറയുന്നത് എന്താണ്? കുഞ്ഞേ, ഞാൻ നിന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈ രക്തം നമ്മോട് പറയുമ്പോ, സ്നേഹിക്കപ്പെടാത്തതിന്റെ മുറിവുള്ള മനസ്സുകളുണ്ട്. ആ മനസ്സിന്റെ മുറിവുണങ്ങും. യേശുവിന്റെ രക്തം നമ്മോട് പറയും, നിന്റെ എല്ലാ പാപങ്ങൾക്കും ഞാൻ പരിഹാരം ചെയ്തിരിക്കുന്നു. കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സുണ്ട്, ആ മനസ്സിന്റെ രോഗം മാറി. യേശുവിന്റെ രക്തം നമ്മോട് പറയും, നിന്റെ എല്ലാ ഭാരങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോ എല്ലാ ഭാരവും എന്റെ തലയിലാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സ് സുഖപ്പെട്ടു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നമ്മോട് പറയും, നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് പറയുമ്പോ, എനിക്ക് വേണ്ടി ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. നിരാശയില്, ദുഃഖത്തിൽ, ഏകാന്തതയില് കഴിയുന്ന ഒരാൾക്ക് സൗഖ്യം കിട്ടി. രക്തം. ഹല്ലേലൂയ. അല്ലേ? എന്നെ ചൂഴ്ന്നെടുത്തോണ്ടിരിക്കുകയാണ്, എന്നെ ഊറ്റി കുടിച്ചോണ്ടിരിക്കുകയാണ്, എന്നെ വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്, എന്നെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പില് ഇത് തിരുരക്തത്തിന്റെ അഭിഷേകം, പൂർണ്ണമായ സ്നേഹത്തിന്റെ ഒരു അഭിഷേകം. നിന്നെ ഊറ്റി കുടിക്കാനല്ല, തന്നെ ഊറ്റി നിനക്ക് തരാൻ വരുന്നവന്റെ അഭിഷേകം നിന്റെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 11-ാമതായി യേശുവിന്റെ രക്തം എനിക്ക് ജീവൻ നൽകുന്നു. പലതരം ഒരു വീശിക്കൊണ്ട് പറയാം, യേശുവിന്റെ രക്തം എനിക്ക് ജീവൻ നൽകുന്നു. ഈശോ എന്താ പറഞ്ഞത്? ഈ രക്തം പാനം ചെയ്യുന്നവരിൽ എന്തുണ്ടാകും? യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:53 മുതൽ യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ രക്തം നമുക്ക് എന്ത് തരുന്നു? നിത്യജീവൻ തരുന്നു, ജീവൻ തരുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. 12-ാമതായി പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തം എനിക്ക് ശത്രുവിന്റെ മേൽ വിജയം നൽകുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, യേശുവിന്റെ രക്തം എനിക്ക് ശത്രുവിന്റെ മേൽ വിജയം നൽകുന്നു. ആരാണ് നമ്മുടെ ശത്രു? പിശാചെന്ന് പറയുന്ന ശത്രുവിന്റെ മേൽ വിജയം തരുന്നു. പിശാച് വരുന്നത് നീ എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഈ തിരുരക്തം പറയും, അവൻ നിന്റെ അല്ല, എന്റെയാണ്. ഞാൻ അവനെ വില കൊടുത്തു വാങ്ങിച്ചിരിക്കുകയാണ്, രക്തം ചിന്തി ഞാൻ അവനെ വാങ്ങിച്ചിരിക്കുകയാണ്. അതാണ് വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. വെളിപാട്, റെവലേഷൻസ് 12:11. വെളിപാട് 12:11. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും
അവന്റെ മേൽ വിജയം നേടി. അപ്പൊ കുഞ്ഞാടിന്റെ രക്തം ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സ്വന്തം രക്തം ചിന്താൻ മടിയില്ല. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവർ പിശാചിന്റെ മേൽ വിജയം നേടി. ഈശോയുടെ രക്തം നമുക്ക് പ്രചോദനമാണ്. നമ്മുടെ രക്തം ഈശോയ്ക്ക് വേണ്ടി ചിന്തിയാലും അത് നഷ്ടമല്ല എന്ന ധൈര്യം നമുക്ക് ഈശോയുടെ രക്തം തരുന്നത് കൊണ്ട് മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് അവർ പിശാചിന്റെ മേൽ വിജയം നേടി. കൈയടിച്ച് കർത്താവിന് നന്ദി. അപ്പോൾ വിജയം നേടുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വിജയം നേടി. അവര് മരിച്ചു. മരണത്തിലും നീ വിജയിയായി മാറി. ഈശോയുടെ രക്തം നിനക്ക് വിജയം തരുന്നു. ഈ ലോകത്തിന്റെ മേൽ വിജയം തരുന്നു. ഈ ലോകത്തിൽ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള പ്രവണതകളുടെ മേൽ വിജയം തരും. ഈ ലോകത്തിന്റെ തന്നെ സുഖങ്ങളാണ് എല്ലാം എന്ന് ചിന്തിക്കാനുള്ള തെറ്റായ ചിന്തകളുടെ മേൽ നിനക്ക് വിജയം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ കാര്യങ്ങൾ സ്വരുകൂട്ടാൻ, സമ്പാദിക്കാൻ, ഒരുമിച്ച് കൂട്ടാൻ, എന്റെ എന്നൊക്കെ പറഞ്ഞാനുള്ള പ്രവണതകളിൽ നിന്ന് നിനക്ക് വിജയം തരുന്നു. വിട്ടുകൊടുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്. 13-ാമതായി യേശുവിന്റെ രക്തം എന്നെ ശാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന്. അച്ഛനൊരു ഹോംവർക്ക് വരികയാണ്. നിങ്ങള് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം, 15 മുതലുള്ള തിരുവചനങ്ങൾ എടുത്ത് വായിക്കാം. അതിൽ നിയമത്തിന്റെ കുറെ ശാപങ്ങളുണ്ട്. നീ വയലിൽ ശപിക്കപ്പെട്ടവനായിരിക്കും, നീ നഗരത്തിൽ ശപിക്കപ്പെട്ടവനായിരിക്കും, നീ പണിയെടുക്കാൻ പോയാൽ തോട്ടത്തിൽ ശപിക്കപ്പെട്ടവനായിരിക്കും, നീ കർത്താവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ, നീ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, നീ ആരാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ശപിക്കപ്പെട്ട, നീ ശത്രുവിനെതിരെ ചെല്ലും, നീ ഒരു വഴിയിലൂടെ നീ പോകും, നീ 7 വഴിയിലൂടെ ചിതറിയോടും. ആദ്യം അനുഗ്രഹം പറയുന്നിടത്ത് പറയുന്നുണ്ട്, നീ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ശത്രു നിനക്കെതിരെ വരും, ഒരു വഴിയിലൂടെ വരും, ശത്രു 7 വഴിയിലൂടെ ചിതറിക്കപ്പെടും. അത് അനുഗ്രഹത്തിന്റെ വാദം. ശാപത്തിന്റെ വാദം, നീ നിയമം അനുസരിച്ചില്ലെങ്കിൽ നീ നിന്റെ ശത്രുവിനെതിരെ ഒരു വഴിയിലൂടെ പോകും, നീ 7 വഴിയിലൂടെ ചിതറിയോടും, ചിതറിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുള്ള ശാപങ്ങളുണ്ട്. ഈ ശാപങ്ങളിൽ നിന്ന് അപ്പോ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വയലിൽ ശപിക്കപ്പെടും, ബിസിനസ്സിൽ ശപിക്കപ്പെടും, ജോലിയിൽ ശപിക്കപ്പെടും, പരീക്ഷ ചെയ്താൽ ജയിക്കില്ല, വിസക്ക് കൊടുത്താൽ വിസ കിട്ടില്ല, പണം കൊടുത്താൽ അത് നഷ്ടപ്പെടും, വസ്തുയിടപാട് നടക്കില്ല, കല്യാണം നടക്കില്ല, അങ്ങനെ നമ്മുടെ കുറെ, നിനക്ക് കുട്ടികളുണ്ടാവില്ല, ഇങ്ങനെ കുറെ ശാപങ്ങള് കിടക്കുന്നുണ്ട് നിയമത്തില്. 28-ാം അധ്യായം 15 മുതൽ വായിച്ചാൽ മതി. ഈ ശാപങ്ങളിൽ നിന്നെല്ലാം നീ പാപം ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ കൂടെ ഈ ശാപങ്ങളൊന്നും, നിയമം വഴി വരുന്ന ശാപങ്ങളൊന്നും നിന്നെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതാണ് ഗലേത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നത്. ഗലേത്യർ 3:13 വായിക്കാം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നമ്മുടെ പല അനുസരണക്കേടുകൾ വഴി നമ്മുടെ മേൽ വീണ് കിടക്കുന്ന നിയമത്തിന്റെ ശാപം എന്തെന്നാൽ, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ ആ ശാപം മുഴുവൻ ഈശോ അങ്ങോട്ട് ഏറ്റെടുത്തു. ഈശോയുടെ മരണം വഴി അത് മുഴുവൻ ഇങ്ങോട്ട് ഏറ്റെടുത്തു. രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ ശാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. 14-ാമതായി പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തം നമ്മെ സ്വർഗത്തോട് അടുപ്പിക്കുന്നു. വലതുകരമേർത്ത് വീശിക്കൊണ്ട് പറയാം, യേശുവിന്റെ രക്തം നമ്മെ സ്വർഗത്തോട് അടുപ്പിക്കുന്നു. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2:12-13 തിരുവചനങ്ങൾ. അന്ന് എഫേസസ് 2:12-13 അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു.
വലതുകരം എടുത്ത് വീശിക്കൊണ്ട് പറയാം, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്വർഗത്തോടടുപ്പിക്കുന്ന, ഈശോയോടടുപ്പിക്കുന്ന അഭിഷേകമാണ് തിരുരക്തത്തിന്റെ അഭിഷേകം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അവസാനമായി 15-ാമതായി, യേശുവിന്റെ രക്തം എനിക്ക് പാപമോചനം നൽകുന്നു. നേരത്തെ പറഞ്ഞതിലൊക്കെ അതുണ്ട്, എങ്കിൽ ഒരിക്കൽ കൂടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശുവിന്റെ രക്തം നമുക്ക് പാപമോചനം തരുന്നു, നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. അച്ഛൻ അവസാനിപ്പിച്ചു. ഈശോയുടെ തിരുരക്തത്തെ അഭിഷേകത്തിന്റെ 15 ഫലങ്ങളാണ് പ്രിയപ്പെട്ടവരെ വളരെ വേഗത്തിൽ നമ്മൾ കണ്ടത്, ധ്യാനിച്ചത്. നിങ്ങൾക്ക് ഒരുപക്ഷെ നോട്ട് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ നിങ്ങളത് വീണ്ടും കയറി വചനങ്ങളൊക്കെ എടുത്ത് വായിച്ച് വീണ്ടും വായിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. തിരുരക്താഭിഷേകത്തെ കുറിച്ച് പഠിക്കാൻ നല്ലതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഒന്നുകൂടെ ഒക്കെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വചനത്തിലൂടെ തരുന്ന അറിവിനെ, ബോധ്യത്തെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കാൻ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ ഈ തിരുരക്ത അഭിഷേകത്തിന്റെ ആ വലിയ കൃപ നമ്മളിൽ മാംസം ധരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവസാന നാളുകളിൽ ഞാൻ അവരെ പഠിപ്പിക്കുമെന്ന വചനത്തിന്റെ അഭിഷേകം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിളിക്കാം, ഈശോയേ.